ഹായ് ഫ്രണ്ട്സ്, ഒരു കാലത്ത് 80 കിഡ്സിൻ്റെയും 90 കിഡ്സിൻ്റെയൊക്കെ വികാരമായിരുന്ന മുട്ട പപ്സും ഡ്രിങ്ക്സും. അപ്പോൾ മുട്ട പപ്സ് നമുക്കിന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ? ഡ്രിങ്ക്സിനൊപ്പം അല്ല, ചായക്കൊപ്പം. ആദ്യം നമുക്ക് മുട്ട ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായ ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും ചേർത്ത് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴന്നു വന്ന ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം പൊടിച്ചതും ചേർത്ത് വഴറ്റി ലേശം വെള്ളവും ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി. അപ്പോൾ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ബഫറ്റിൻ്റെ പഫ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റിൽ 5 ഷീറ്റുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഷീറ്റ് വെച്ച് കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് അരപ്പും അതിന് മുകളിലായിട്ട് ഒരു മുട്ടയുടെ പകുതിയും വെച്ച് കൊടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് ഓവനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 150 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് കടുപ്പത്തിലൊരു ചായ കൂടി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്സും ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.